അൽഹംദുലില്ലാ തെറ്റിനെ തെറ്റായി അംഗീകരിച്ച് അത് സമ്മതിച്ച് തുറന്നു പറയുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. അതേ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുപോലെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതെനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പാടില്ല. കാരണം അബദ്ധം എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കുകൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഒരാൾ മനസ്സിലാക്കിയതിൽ അബദ്ധമുണ്ടായിട്ട് പ്രമാണത്തിലില്ലാത്തൊരു കാര്യം ആ വ്യക്തി സ്വന്തം നിലക്ക് പറയുക, അങ്ങനെയാണെങ്കിലാണ് പൊതുവേ നമ്മൾ അതിന് അബദ്ധം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ സംസാരിച്ചത് അപ്രകാരമല്ല. അല്പം പോലും ഉത്തരവാദിത്തമില്ലാതെ ഒരു മിമ്പറിൽ വെച്ചാണ് സംസാരിക്കുന്നത്, ഒന്ന്. രണ്ട്, ഒരു സമൂഹത്തിനെതിരിൽ അധിക്ഷേപം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയം അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറെ ഉത്തരവാദിത്തത്തോടു കൂടിയാണല്ലോ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ സംസാരത്തിൻ്റെ ഭാഗമൊന്ന് നിങ്ങൾ തന്നെ കേൾക്കുക. രണ്ട് രീതിയിലാണ് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. മറിച്ച് എന്തേ നടത്തിയത്? വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ പിശാചുകൾക്കും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ അവന്റെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ സംസാരം നിങ്ങൾ ഇവിടെ കേട്ടല്ലോ. 3 ഗുരുതരമായ കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നിങ്ങളൊരു സമൂഹത്തെ യാതൊരു പ്രമാണവുമില്ലാതെ അന്ധവിശ്വാസികൾ എന്ന് നിങ്ങൾ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് സ്വഹീഹായ ഒറ്റ ഹദീസിലും ഈ വിഷയം വന്നിട്ടില്ല എന്നാണ്. നിങ്ങളത് പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല എന്ന്, അബദ്ധമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഒരു നിലക്കും പരിശോധനയ്ക്ക് വിധേയമാക്കാതെ സ്വഹീഹായ ഹദീസുകളിലൊന്നും ഇല്ല എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് നാം പറയുന്നത്? രണ്ടാമത് നിങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ എവിടെയും അങ്ങനെയില്ല എന്ന്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ചിരുന്നോ? പരിശോധിച്ചിട്ടാണോ അത് പറഞ്ഞത്? അപ്പോൾ ഖുർആൻ പരിശോധിക്കാതെ നിങ്ങൾ പറയുന്നു ഖുർആനിലില്ല. ഹദീസുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താതെ നിങ്ങൾ പറയുന്നു ഹദീസുകളിലില്ല. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണല്ലോ നിങ്ങളോടത് തിരുത്താൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആ വിഷയത്തിലുള്ള നയം എന്താണ് എന്ന് പോലും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഒരു റഫറൻസും ഇല്ലാതെ ആ വിഷയം മിമ്പറിൽ വെച്ച് പറയുമ്പോൾ ഒരു അന്വേഷണം സ്വന്തം പ്രസ്ഥാനത്തിലെ ആളുകളോട് പോലും ഇന്ന വിഷയത്തിൽ എന്താണ് എന്ന് അന്വേഷിക്കാതെ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിൽ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അന്ധവിശ്വാസികൾ എന്നൊരു സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ ഉള്ള ഒരു കാര്യത്തെ ഖുർആനിൽ എവിടെയുമില്ല, ഹദീസിലുള്ള ഒരു കാര്യത്തെ ഹദീസിൽ എവിടെയുമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് അൻസാർ നന്മണ്ടയെ ഓർമ്മപ്പെടുത്താനുള്ളത്, റഫറൻസ് ഇല്ലാതെ നമ്മൾ ഈ രൂപത്തിലുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ പാടില്ല.